ഈ ദുരന്ത കാലത്ത്, ഈ ഒരു മഹാദുരന്തത്തെ അതിജീവിക്കാൻ നമുക്കെപ്പോഴും കരുത്തായത് നമ്മുടെ സർക്കാർ തന്നെയാണ്. അതിൽ നമ്മൾ ഒട്ടും മറക്കാത്തൊരു മുഖം നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ്റേതുമാണ്. കാരണം അന്ന് ആ ഉരുൾ ദുരന്തം ഉണ്ടായതിനു ശേഷം എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഒരു മാസക്കാലത്തോളം അദ്ദേഹം അവിടെ തന്നെയായിരുന്നു. എല്ലാത്തിനും നേതൃത്വം നൽകുകയും എല്ലാത്തിനും ഒപ്പം നിൽക്കുകയും എല്ലാ കാഴ്ചകളുടെയും ആ സങ്കടത്തെയും അതിജീവനത്തെയും ഒക്കെ നേരിൽ കണ്ട വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കെ രാജൻ. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ തത്സമയം. മിനിസ്റ്ററെ നമസ്കാരം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മിനിസ്റ്റർ, ഇപ്പം എനിക്ക് അറിയാം അങ്ങക്കിപ്പോൾ ഉള്ളു തുറന്നൊന്ന് ചിരിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ. ഒരുപാട് ചിന്തകളുടെ ഒരു വേലിയേറ്റമായിരിക്കും അങ്ങയുടെ മനസ്സിൽ. അന്നത്തെ ആ ഉരുൾ ദുരന്തം ഉണ്ടായതും പിന്നീട് അങ്ങോട്ട് നടന്ന അലച്ചിലും പാച്ചിലുകളും ആശുപത്രിയും തിരക്കുകളും ആ കൊടും മഴയും പിന്നീട് അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടം, കോടതി പോലും കയറേണ്ടി വന്നു, സ്ഥലമേറ്റെടുപ്പല്ല അതിന് പിന്നാലെയുള്ള കോടതി വ്യവഹാരങ്ങൾ നടക്കേണ്ടി വന്നു. അങ്ങനെ ഓർമ്മകളുടെ ഒരു വേലിയേറ്റമായിരിക്കും അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ മഹാദുരിതം ഉണ്ടായിട്ട് അതിനെ നമ്മൾ അതിജീവിക്കാൻ തുടങ്ങി 1 വർഷമാവുകയാണ്. ഈ ദിവസം അങ്ങക്ക് എന്താണ് ആദ്യം തന്നെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? സേതു 30-ാം തീയതി പുലർച്ചെ 12 മണി മുതൽ സമാനതകളില്ലാത്ത വിധം കാണേണ്ടി വന്നൊരു ദുരന്തത്തിൻ്റെ ഭീകര ചിത്രങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ മനസ്സിൽ നിറയുന്നത്. അതിലേക്ക് വല്ലാതെ കടന്നാൽ പിന്നെ വല്ലാത്ത പ്രയാസം നമ്മൾ നേരിടും. അന്ന് പുലർച്ചെ എത്തിയവരാണ് ഞങ്ങൾ 4 മന്ത്രിമാർ. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സഹമന്ത്രിയും MP-മാരും MLA-മാരും, വലിയൊരു സംഘം. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ നാടിനെ അന്വേഷിച്ചെത്തിയ ജനങ്ങളോടാണ്. അവരായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പട്ടാളം, ഏറ്റവും വലിയ സൈന്യം, ഏറ്റവും വലിയ സേന. കേരളത്തിൻ്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഭീകരമായിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ മുമ്പിൽ വറങ്ങലിച്ച് നിൽക്കുകയായിരുന്നില്ല കേരളം. എല്ലാ വിധത്തിലും ആ ദുരന്ത മുഹൂർത്തങ്ങളെ മറികടക്കാനുള്ള നടപടിക്രമങ്ങളുണ്ടായി. മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ. വന്ന നേരത്തെ ആദ്യം 600-ലേറെ പേർ പുന്നപ്പുഴയുടെ അപ്പുറത്ത് വിവിധ സ്ഥലങ്ങളിലായി ഇങ്ങോട്ട് വരാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവന്നത് മുതൽ വിവിധങ്ങളായ തലങ്ങളിലുള്ള തെരച്ചിലുകളടക്കം ഏതാണ്ട് കണ്ടെത്താനാകാത്ത, തിരിച്ചറിയാനാകാത്ത ആളുകളുടെ ബൊറയിൽ ചടങ്ങ് നടന്ന പുത്തുമലയിലെ പെരുമഴക്കാലത്തെ ശവസംസ്കാര ചടങ്ങടക്കം നിലവിളികളുടെയും ആർത്തനാദങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും നഷ്ടപ്പെടലുകളുടെയും പറഞ്ഞാൽ പരാത്ത വിധത്തിലുള്ള വേദനകളുടെ ഒരു കാലമായിരുന്നു ഈ കാലം. പക്ഷേ ആത്മവിശ്വാസമുണ്ട്. ഒരു വലിയ പരിധിയോളം ആ പ്രശ്നങ്ങൾ, ഇത്ര വലിയൊരു ദുരന്തം തലമുറകൾക്ക് തന്നെ ഭാഗമായി വരാവുന്ന ഒരു വലിയ ദുരന്തമുണ്ടായി 1 വർഷക്കാലം കഴിയുമ്പോൾ സർക്കാർ പരമാവധി പരിശ്രമത്തിലൂടെ, ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംവിധാനങ്ങളാണ്, ആ സംവിധാനങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കൃത്യതയോടെ ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട്. ചെറിയ പ്രതിഷേധങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നമുക്ക് എടുക്കാവുന്നത് മുഴുവൻ എടുക്കും. പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കും. അത്തരത്തിലുള്ള പരിഭവങ്ങളോടോ പരാതികളോടോ പ്രതിഷേധങ്ങളോടോ ഏതെങ്കിലും വിധത്തിൽ മുഖം കടുപ്പിച്ചോ ദേഷ്യപ്പെട്ടോ എതിർത്തോ ഉള്ളൊരു സമീപനമല്ല വ്യക്തിപരമായ എൻ്റേതും ഈ സർക്കാരിൻ്റെയും. ചെയ്യാവുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തും ചേർത്തും വളരെ കരുതലോടെ ഏറ്റവും വേഗതയിൽ സമഗ്രമായിട്ടുള്ളൊരു പുനരധിവാസം, വീടുകളുടെ നിർമ്മാണം മാത്രമല്ല, വിദ്യാഭ്യാസം വേണ്ടവർക്കത്, ഉപജീവനം വേണ്ടവർക്കത്, കച്ചവടം പുനഃസ്ഥാപിക്കേണ്ടവർക്കത്, വിദ്യാഭ്യാസം വേണ്ടവർക്കത്, ജീവനോപാധികൾ വേണ്ടവർക്ക് അങ്ങനെ ആ വിധത്തിൽ ചൂരന്മലയിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളെ തിരിച്ചു കൊടുക്കാൻ നമുക്കാവില്ല. 298 പേർ ഒരു നോവായി നമുക്കിടയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ബാക്കി മനുഷ്യസാധ്യമായതെല്ലാം തിരിച്ചു കൊടുക്കുക എന്ന വലിയ ഇച്ഛാശക്തിയോടെ നിലകൊള്ളുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. മനുഷ്യനെന്ന നിലയിൽ വികാരങ്ങളുടെ ഒരു വലിയ തള്ളിച്ച നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ന്യൂസ് മലയാളവുമായി ആലിൻ്റെ താഴെ അമ്പലം തകർന്നു പോയ പുന്നപ്പുഴയുടെ തീരത്തിരുന്ന് ഏതാണ്ട് അരമണിക്കൂറോളം നടത്തിയ ഈ സംവിധാനങ്ങളെക്കുറിച്ച്, വരാൻ പോകുന്ന ദുരന്ത നിവാരണ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ചർച്ച. ആ ചർച്ച യഥാർത്ഥത്തിലൊരു സംവാദമായിരുന്നു, നമ്മുടെ സ്വപ്നങ്ങളായിരുന്നു. അവിടെ ന്യൂസ് മലയാളവുമായി പങ്കുവച്ച ആശയങ്ങളിൽ മഹാഭൂരിപക്ഷവും
നടപ്പിലാക്കാൻ കഴിയപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വർഷത്തിൽ വരുന്നത്. ഏറെയും സങ്കടങ്ങളാണ്. പക്ഷേ ആ സങ്കടങ്ങൾക്ക് മനസ്സ് കൊടുക്കാൻ നമുക്ക് നേരമില്ല. കാരണം നമുക്ക് ഏതു വിധത്തിലും സങ്കടം അനുഭവിക്കുന്ന ജനതയെ കൂട്ടി പുഞ്ചിരിമറ്റത്ത് 1755 അടി ഉയരത്തിൽ പൊട്ടിയ ഉരുളിനേക്കാൾ അപ്പുറത്ത് അവരുടെ പുഞ്ചിരികൾ വരാനുള്ള സമഗ്രമായിട്ടുള്ള ഇടപെടലിലേക്ക് നമ്മൾ പോയേ മതിയാകും. തീർച്ചയായും മിനിസ്റ്ററെ, ഇപ്പോൾ നമ്മൾ ഈ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൽ സർക്കാർ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട 402 പേരെ വിളിച്ച് ഈ പദ്ധതി പുരോഗതിക്കുമേൽ ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നു. ആ സർവേ കുറച്ച് മുൻപ് ഈ 8:30 മണിയോടുകൂടി ന്യൂസ് മലയാളം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൽ 246 കുടുംബങ്ങളോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഈ സംസാരിച്ച് അവരുടെ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ക്രോഡീകരിച്ച് ഒരു പട്ടികയിലേക്ക് എത്തിയത് 329 പേരെ. ഇതിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ തൃപ്തരാണ്. ഇപ്പോൾ സർക്കാർ ചെയ്യുന്ന ഓരോ പുനരധിവാസ പദ്ധതികളിലും ഓരോ നീക്കങ്ങളിലുമൊക്കെ വയനാടുകാർ പൂർണ്ണമായും തൃപ്തരാണ്. പക്ഷേ ഈ അവരുടെ ഒരു പരാതി അല്ലെങ്കിൽ അവർ കൂടുതലും വിശ്വാസത്തിലെടുക്കാത്ത ഒരു കാര്യം, ഈ വീട് നിർമ്മാണം അത് ഡിസംബറിൽ പൂർത്തിയായി ജനുവരിയിൽ കൈമാറും എന്നൊരു വാഗ്ദാനം, അത് പാലിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് ഇല്ല എന്നാണ് 68% പേരും പറഞ്ഞത്. ഉണ്ടെന്ന് പറഞ്ഞത് 23.10% പേരുമാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ ഇപ്പോൾ ഈ വീട് നിർമ്മാണത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അല്ല സേതു, അത് അവരങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക സർക്കാരിനോടുള്ള അവിശ്വാസം കൊണ്ടായിരിക്കില്ല. കാരണം കാലാവസ്ഥ, നേരത്തെ ഉണ്ടായ നിയമക്കുരുക്കുകൾ. സേതു, ഇത് ന്യൂസ് മലയാളം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദുരന്തം നടന്ന 23-ാമത്തെ ദിവസം ഇവിടെ ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് ക്യാമ്പുകളിൽ കടക്കുന്നവരുൾപ്പെടെയുള്ള ദുരന്ത ബാധിതരോട് വീഡിയോ കോളിലൂടെയും നേരിട്ടും ജനപ്രതിനിധികൾ അടുത്തിരുത്തിയും ചോദിച്ചൊറ്റ ചോദ്യം, ലോക മലയാളത്തിൽ ഇതാദ്യമാണ്, പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. സർക്കാരുടെ അഭിപ്രായം വെക്കുന്നില്ല, എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അവിടെ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നായിരുന്നു. മഹാഭൂരിപക്ഷം എന്നല്ല, 99% ആ അഭിപ്രായക്കാരായിരുന്നു. ഞങ്ങൾക്കിനി വേർപെട്ടു പോകാനാകില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം. പലരും ചോദിക്കുന്നുണ്ട്, ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിന് ലഭ്യമായിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് എടുത്ത് വീതം വെച്ച് ആളുകൾക്ക് വിതരണം ചെയ്താൽ പോരെ? അങ്ങനെ വീതം വെച്ച് വിതരണം ചെയ്യാൻ പാടുമോ? ഇവരുടെ വികാരം അതാണോ? സ്കാറ്റേഡായി പോകരുത് എന്നല്ലേ ഇവരുടെ അഭിപ്രായം? അങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തതുപോലെ നഷ്ടപ്പെട്ടവരെല്ലാവരെയും കൂട്ടിച്ചേർക്കാവുന്ന ഒരൊറ്റ നഗരം എന്ന ആശയത്തിലേക്ക് ഗവൺമെൻറ് വരുന്നത്. ഈ ദുരന്തമുണ്ടായി ഉടനെ തന്നെ 15 ഏക്കറിൽ ഭൂമി ഇവിടെ ഉള്ളത് മുഴുവൻ 81 പ്രകാരമുള്ള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ എക്സംഷൻ ആയതുകൊണ്ട് ആ എക്സംഷനിൽ പെടും പ്രകാരമുള്ള ഭൂമികൾ തരം മാറ്റാൻ അനുവദിക്കാത്തത് കൊണ്ട് എസ്റ്റേറ്റുകൾ മാത്രമേ ഇവിടെയുള്ളൂ. 25 എസ്റ്റേറ്റുകൾ കണ്ടു. 9 ഭൗമശാസ്ത്ര സംഘം തന്നെ എത്തി സുരക്ഷിതമാണെന്ന് അറിയിച്ചു. ആ 9-ൽ ഇതിന് ഏറ്റവും അടുത്തുള്ള നെടുമ്പാലയും എൽസ്റ്റോണും ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ 3-ാം തീയതി ക്യാബിനറ്റ് അത് ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4-ാം തീയതി ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറങ്ങി. ആ ഗവൺമെൻറ് ഉത്തരവ് അന്ന് മുതൽ നടപ്പിലാക്കപ്പെടാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് വീടിൻ്റെ താക്കോല് കൊടുത്ത് ആദ്യ വർഷത്തെ ദുഃഖത്തിനിടയിലും പാല് കാച്ചിയ മധുരം നുണയാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. വ്യവഹാരത്തിലേക്ക് പോയി. എന്തായിരുന്നു വ്യവഹാരം? ആ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല. ആ വിഷയം ഡിസംബർ 27 വരെ കോടതി വ്യവഹാരം നടത്തി. ഡിസംബർ 27 വ്യവഹാരം തീരും വരെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത വിധം സ്റ്റോപ്പ് മെമ്മോ നടത്തി. എന്നിട്ട് കോടതി തീരുമാനിച്ചെന്താ? ആ കോടതി തീരുമാനിച്ചു, ദുരന്ത നിവാരണ ആക്ട് പ്രകാരം സർക്കാർ ഏറ്റെടുത്ത ഒക്ടോബർ 4-ന്റെ നടപടി പൂർണ്ണമായും ശരിയാണ്. അങ്ങനെ അവിടേക്ക് പ്രവേശിച്ച് കോടതി പറയപ്പെട്ട പ്രകാരം നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ പറഞ്ഞു. നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേ, ജിയോഗ്രഫിക്കൽ സർവേ, ഫിസിക്കൽ സർവേ എല്ലാം നടത്തി പ്ലാൻ ഉണ്ടാക്കി. മാർച്ച് 27-ന് തറക്കല്ലിട്ടു. അപ്പോഴും ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കോടതി അനുവദിച്ചില്ല. നഷ്ടപരിഹാര തുക കോടതി കൂടി പറഞ്ഞനുസരിച്ച് നിശ്ചയിക്കണം. കോടതി നിശ്ചയിച്ചു. 45 കോടിയോളം വരുന്ന തുക 2 ഘട്ടങ്ങളിലായി. ഒക്ടോബർ 11-ന് കോടതി വിധി വന്ന് 5 മണിക്കൂറിനുള്ളിൽ ഈ ട്രഷറിയിലൂടെ രാത്രി വൈകിയാണെങ്കിലും ആ തുക കെട്ടിവെച്ച് ആഗസ്റ്റ് 11-ന് വിധി വന്ന് അർദ്ധരാത്രിയിൽ ഭൂമി ഏറ്റെടുത്തു. പിന്നെ ഏപ്രിൽ 11-ന് അർദ്ധരാത്രിയിൽ ഭൂമി ഏറ്റെടുത്തു. വിഷുവിൻ്റെ തലേദിവസം ഏപ്രിൽ 13-ാം തീയതി നിർമ്മാണം ആരംഭിച്ചു. 5 സോണുകളിലായിട്ടാണ് 410 വീട് വരേണ്ടത്. 4 സോണുകളിൽ ഒരേ സമയം നിർമ്മാണം ആരംഭിച്ചു. 3.5 മാസം അതിവേഗമാണ് കടന്നുപോയത് മഴയ്ക്കിടയിലും. ഒരു മോഡൽ വീട് നിർമ്മിച്ചു. അതിനെ ചൂണ്ടിക്കാണിച്ച് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഒറ്റ വീടേ നിർമ്മിക്കാനായുള്ളൂ. ഒറ്റ വീട് നിർമ്മിക്കലല്ല, അതൊരു മോഡൽ വീട് ഉണ്ടാക്കിയതാണ് പബ്ലിക് പ്രദർശനത്തിന് വേണ്ടി.
ഇങ്ങനെയാണ് വീട് എന്ന് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ വേണ്ടി. അതേസമയം 4 സോണുകളിൽ ഭൂമി നിരപ്പാക്കൽ, ഭൂമിയുടെ അടയാളപ്പെടുത്തൽ, കുറ്റിയടിക്കൽ, PCCക്ക് വേണ്ടി കുഴി എടുക്കൽ അങ്ങനെ തുടങ്ങി സമാന്തരമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അത് വ്യക്തമാണ്. കാരണം നമ്മൾ കുറച്ചു മുൻപ് ആ മാതൃകാ വീടിന്റെ ദൃശ്യമൊക്കെ കണ്ടിരുന്നു. അത് എത്ര മനോഹരമായാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള മാത്രമല്ല, അവിടെ ജില്ലാ സെക്രട്ടറി നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നു, ഇതിപ്പം ആൾക്കാർക്ക് മുന്നിൽ കാണിച്ചതിന് ശേഷം അവർക്കിനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം എടുത്ത് നമുക്ക് ഒരു കാര്യവും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഈ എടുക്കേണ്ട അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരുത്താൻ പോലും നമ്മൾ തയ്യാറാണെന്നൊക്കെ പറഞ്ഞത് അത്രമേൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ നിരവധി പ്രതിസന്ധികൾ സർക്കാർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിനൊപ്പം ഈ കാലാവസ്ഥ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ മിനിസ്റ്റർ, കാരണം മഴയായിരുന്നല്ലോ കൂടുതൽ സമയവും. സേതു, ഞാൻ പറഞ്ഞത് ഏപ്രിൽ 13-ാം തീയതി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇന്നേക്ക് ഒരു വീടിൻ്റെ മോഡൽ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 4 സോണുകളിലും ആരംഭിച്ച പണി 5-ാമത്തെ സോണിലൂടെ പകർത്തി ഡിസംബർ 31-നുള്ളിൽ മറ്റു വലിയ ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം സാധ്യമാകും. ജനങ്ങളുടെ ആശങ്ക ഈ കാര്യത്തിലുള്ളത് ഒന്ന് കാലാവസ്ഥയുടെ പ്രശ്നമാണ്, മറ്റൊന്ന് വ്യവഹാരങ്ങളിൽ പോയി പെടുമോ എന്ന പേടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട. സുപ്രീം കോടതി വരെ ഇത് ശരിവെച്ചു. സ്പെഷ്യൽ ലിവിംഗ് പെറ്റീഷൻ എസ്റ്റേറ്റ് ഉടമകൾ പോയി തള്ളി. ഇനിയൊരു വ്യവഹാരത്തിനും ഇടമില്ലാത്ത വിധം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ഇത് ശരിവെച്ചു. അപ്പം അതുകൊണ്ട് ഇനി വ്യവഹാരങ്ങളിലേക്ക് പോകുമെന്ന് ആളുകൾ പേടിക്കേണ്ടതില്ല. ഇനി മഴയുടെ പേടി ഇല്ലാത്ത വിധം ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകും. എല്ലാ കരാറുകളും തയ്യാറായി, പണം പൂർണ്ണമായും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡിസംബർ 31-ന് തന്നെ വീടുകൾ പൂർത്തിയാകും എന്ന കാര്യം വളരെ ദുഃഖത്തിനിടയിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തീർച്ചയായും മിനിസ്റ്റർ, കാരണം ഈ ഒരു ദിവസം ഇത്രമേൽ ഇതിലും അപ്പുറം സന്തോഷിക്കാൻ ഒരു വാർത്ത കേൾക്കാനില്ല. കാരണം ആൾക്കാരുടെ ഒരു പ്രയാസം അത് ജനുവരിക്കുള്ളിൽ കിട്ടുമോ എന്നായിരുന്നു. അപ്പോൾ മന്ത്രി തന്നെ പറയുകയാണ്, അത് ഒരു തരത്തിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, അതിൽ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഡിസംബറിൽ തന്നെ ആ വീട് ലഭിക്കും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നതിൽ പല സന്തോഷം നമുക്ക് ആർക്കുമില്ല മിനിസ്റ്ററെ. തീർച്ചയായും സന്തോഷം സേതു ഈ ദുഃഖത്തിനിടയിലും. ഇത് മാത്രമല്ല, അവിടെ ഈ പറയപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള പ്ലാനുകളും നമ്മൾ തയ്യാറായി വരികയാണ്. കടബാധിതരായിട്ടുള്ള മനുഷ്യരെ കടം എഴുതി തള്ളാനുള്ള അവകാശത്തെ പോലും കേന്ദ്ര ഗവൺമെൻറ് നിരാകരിക്കുകയാണ്. കോടതി വ്യവഹാരത്തിൽ പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ആ ദുരന്ത നിവാരണത്തിലെ സെക്ഷൻ 13 എടുത്തു കളഞ്ഞു എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ചൂരൽമലയിലെ ദുരന്ത ബാധിതരുടെ കടം എഴുതി തള്ളാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അർത്ഥം കേന്ദ്ര ഗവൺമെന്റ്. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ ഈ സർവേയില് ഈ ദുരന്ത ബാധിതരോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, വയനാട് ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ കരുണാപൂർവ്വം പരിഗണിച്ചിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ചോദ്യം. അതിന് 11.24% പേർ മാത്രമാണ് പരിഗണിച്ചു എന്നൊരു ഉത്തരം നൽകിയത്. ബാക്കി 80% പേർക്കും പരിഗണിച്ചില്ല എന്നാണ് ഉത്തരം. അല്ല, ഞാൻ പറഞ്ഞത് ആഗസ്റ്റ് 11-ന് ഇവിടെ വന്ന് സന്ദർശിച്ചു പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തുടർന്ന് ആഗസ്റ്റ് 17-ന് കൊടുത്ത 1202 കോടി രൂപയുടെ മെമ്മോറാണ്ടത്തിലോ സെപ്റ്റംബർ 17-ന് കൊടുത്ത പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിലെ 2221 കോടിയുടെ ആവശ്യത്തിലോ 1 രൂപ പോലും നൽകിയില്ലെന്ന് മാത്രമല്ല, കടമെഴുതി തള്ളാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കേന്ദ്രം വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞത്, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുത്താലും ആ കടബാധിതരെ കടത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല. കേരളത്തിലെ ഗവൺമെൻറ് കടത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കില്ല. ഏത് വിധത്തിലാണോ അത് പരിഹരിക്കാവുന്നത്, ഒരു ജപ്തിക്കും വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ് നിർവഹിക്കുക തന്നെ ചെയ്യും. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. മിനിസ്റ്റർ, ഇപ്പോൾ ഇതിൽ ഈ 402 പേരുടെ ലിസ്റ്റിന് പുറമെ ഈ 10-200ഓളം പരാതികൾ അല്ലാണ്ട് ഈ പട്ടികയിൽ പെട്ടില്ല എന്ന കണക്കിനെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഇനിയൊരു ഫിസിക്കൽ പരിശോധന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തുടക്കമായിട്ടുണ്ടോ മിനിസ്റ്റർ? അവരോടുള്ള ഒരു സർക്കാർ നിലപാട് എന്താണ്? അതായത് 200ഓളം അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. DDMA ആണ് 402 പേരുടെ ലിസ്റ്റ് നമുക്ക് 3 ഫേസുകളിലായി തയ്യാറാക്കിയത്. DDMA തന്നെ 46 കേസുകൾ കൂടി പരിഗണിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. അതിനു പുറമെ 200-ലേറെ അപേക്ഷകൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതിപ്പോൾ ഒരു ഹിയറിംഗ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി. ഹിയറിങ്ങിന് ശേഷം അവിടെ ഒരു ഫിസിക്കൽ പരിശോധന വേണ്ടി വരും. ഫിസിക്കൽ പരിശോധനയ്ക്ക് കൂടി ശേഷം മാത്രമാണ് നമുക്ക്
ആ കേസുകളിൽ മാനദണ്ഡങ്ങൾ അകത്തു നിൽക്കുന്നതും മാനദണ്ഡങ്ങൾക്ക് പുറത്തു നിൽക്കുന്നതുമായ കേസുകളിൽ ഏത് വിധത്തിലുള്ള പരിഗണനയാണ് നമുക്ക് ആവശ്യം വേണ്ടി വരിക എന്ന് നിശ്ചയിക്കാനാവുക. അപ്പം അതുകൊണ്ട് ദുരന്തബാധിതരോട് അടച്ചുപൂട്ടിയതോ അവസാനിപ്പിച്ചതോ ആയ ഒരു ലിസ്റ്റില്ല. ഘട്ടം ഘട്ടമായി എല്ലാവരെയും പരിഗണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരും ഒരു ദുരന്ത നിവാരണ പ്രക്രിയ എന്നുള്ളത് കൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത്. സേതു മനസ്സിലാക്കേണ്ടത്, അതുവരെ വാടക വീടുകളിൽ താമസിക്കുന്ന ഒരാളുടെ പോലും വാടക കുടിശ്ശിക വരുത്തിയിട്ടില്ല. ഒരു മാസത്തിൽ ഒരു ട്രഷറി പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ചെറിയ കാലാവധി അതും കൊടുത്തു. ഒരു ചെറിയ കാലാവധി ഉണ്ടായതൊഴിച്ചാൽ ജൂലൈ മാസം വരെ ഒരു മാസത്തിലും അത് മുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, സ്ഥായിയായ പുനരധിവാസം കഴിയും വരെ അവരെ ആ വാടക വീടുകളിലും ബന്ധു വീടുകളിലും ആയുള്ളവർക്ക് കൊടുക്കുന്ന 6000 രൂപ കൃത്യമായി വിതരണം ചെയ്യുക തന്നെ ചെയ്യും. ഒരു പ്രയാസവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല. മിനിസ്റ്റർ, ഇപ്പോൾ ഈ ടൗൺഷിപ്പിന് പകരം പുറത്ത് വീട് വാങ്ങാനുള്ള തീരുമാനമെടുത്ത് പോയവരുണ്ടല്ലോ. ഇപ്പോൾ സർക്കാർ തന്നെ ആദ്യം കണക്കാക്കിയ പട്ടികയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 107 പേർ ഈ പിന്നീട് ഞങ്ങൾക്ക് കാശ് മതിയെന്ന നിലപാടെടുത്തു. പിന്നീട് 3 പേർ ഓപ്ഷൻ മാറ്റാനൊരു ഓപ്ഷൻ മാറ്റി ബാക്കിയുള്ളവർക്ക് സർക്കാർ 15 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും പിന്നീട് ഈ തീരുമാനം മാറ്റി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ മിനിസ്റ്ററെ? ഇപ്പോൾ 107 പേരിൽ സേതു ശരിയായി പറഞ്ഞതുപോലെ 3 പേർ തീരുമാനം മാറ്റാൻ വേണ്ടി വന്നു. ബാക്കി 104 പേരും പണം മേടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു അന്തിമ വിധി അക്കാര്യത്തിൽ പറയല്ല, അവരുടെ താല്പര്യമാണ് അക്കാര്യത്തിൽ എടുക്കേണ്ടത്. പോയത് ശരിയായ തീരുമാനമാണോ എന്ന് അവർ ദുഃഖകരമായ വിധത്തിൽ ചിലപ്പോൾ പുനഃപരിശോധിക്കുന്നുണ്ടാകും, എനിക്കറിയില്ല. ഈ പണം കൊടുക്കാനുള്ള നമ്മുടെ നിർദ്ദേശം കൃത്യമായി കൊടുത്തു തീർത്തിട്ടുണ്ട്. പോകുന്നവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, പിന്നീട് ദുഃഖിക്കാൻ ഏതെങ്കിലും രേഖകളുടെ കുറവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടസ്സമോ സാങ്കേതിക പ്രശ്നങ്ങളോ ഇല്ലാത്ത സ്ഥലത്തേക്ക് താമസിക്കുകയാണ് നല്ലത്. ഇനി അതിൻ്റെ പേരിലൊരു ദുരന്ത പ്രയാസം നമുക്കുണ്ടാകാൻ കഴിയാത്ത വിധത്തിൽ സുരക്ഷിതമാണെന്ന് തോന്നുന്ന സ്ഥലം, രേഖകൾ സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥലം, താമസിക്കാവുന്ന വീട് ഉറപ്പാണ് എന്ന് കരുതാവുന്ന സ്ഥലം, അത്തരം സ്ഥലത്തേക്ക് മാത്രമേ പോകാവൂ. ഇവിടെ നാം തയ്യാറാക്കിയ നഗരത്തിലെ ഭൂമി സുരക്ഷിതമാണ്, വീടുകൾ സുരക്ഷിതമാണ്, അവിടുത്തെ താമസം സുരക്ഷിതമാണ്, രേഖകൾ സുരക്ഷിതമാണ്, ഒരു പ്രയാസവും ഉണ്ടാകില്ല. അത് സർക്കാർ നൽകുന്ന ഉറപ്പാണ്. 15 ലക്ഷം രൂപ വാങ്ങിപ്പോയവർ ലഭ്യമാകാൻ ഉദ്ദേശിക്കുന്ന പണം കൊടുത്തോ സന്നദ്ധ പ്രവർത്തനങ്ങൾ നൽകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ 3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമി സുരക്ഷിതമാണോ, വീട് സുരക്ഷിതമാണോ, രേഖകൾ സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അത് പിന്നീട് പ്രയാസപ്പെടാനുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകരുത്. ദുരന്തത്തിനോടൊപ്പം നിന്ന ഒരാളെന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിലല്ല, ഈ നാട്ടുകാരനെ പോലെ ദുരന്തത്തിനോടൊപ്പം ഇവരുടെ കണ്ണീരിനോടൊപ്പം നിന്ന ഒരു സഹയാത്രികൻ എന്ന നിലയിലുള്ള ഒരു ഉപദേശമല്ല, ഒരു നിർദ്ദേശമായി അത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് അവിടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് വീട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് അവിടെ തറക്കല്ലൊക്കെ ഇട്ട് വീട് പണിയൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുടെയൊക്കെ ഒരു പ്രതികരണം വന്നത്, ഞങ്ങളെ വീട് വയ്ക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാർ ഭൂമി നൽകുന്നില്ല എന്നൊരു പരാമർശം ഇവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായി. എനിക്ക് തോന്നുന്നു സർക്കാർ പോലും കാശ് കൊടുത്താണ് റവന്യൂ ഭൂമി സമാഹരിക്കുന്നതെന്നല്ലേ? അപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ എന്താണ് അങ്ങയുടെ ഒരു മറുപടി? ഇല്ല, റവന്യൂ ഭൂമി ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ പണം കൊടുത്ത്, സർക്കാർ തന്നെ പണം കൊടുത്ത് ഭൂമി മേടിക്കുകയാണ്. ആരോടും ഇതുവരെ വാഗ്ദാനം ചെയ്തിട്ടില്ല. വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം കാണിക്കട്ടെ. ആരും ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് രേഖാമൂലം ഒരു കത്ത് നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ ആ കത്തിൻ്റെ കോപ്പി കാണിക്കട്ടെ. ഞങ്ങളെല്ലാവരോടും പറഞ്ഞത്, നമുക്കൊരു പൊതുനഗരത്തിൽ നമുക്ക് ഇവരെല്ലാം താമസിപ്പിക്കാം, അതിനൊരു പൊതു സംവിധാനത്തെ കണ്ടെത്താം, അതിനൊരു യൂണിറ്റിന് ഇത്ര പൈസ എന്ന നിലയിൽ നിങ്ങൾ നൽകിയാൽ മതി എന്ന ആവശ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ മാർച്ച് 27-ന് തറക്കല്ലിടൽ കർമ്മവുമായി നടത്തി ഏറ്റവും പോസിറ്റീവായി നടത്തിയ ചർച്ചയിൽ കർണാടകയുടെ ഗവൺമെൻറ് 100 വീടുകൾ നിർമ്മിക്കാനുള്ള സംഖ്യ ഈ നഗരത്തിലേക്ക് നൽകുന്നത് അവരുടെ കൂടി അഭിപ്രായം അനുസരിച്ചാണെന്ന് രേഖപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അങ്ങനൊരു അഭിപ്രായം ഒരു ഘട്ടത്തിലും ഉന്നയിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. തർക്കങ്ങളിലേക്ക് ഞങ്ങളില്ല. പണം പിരിച്ചവരും പണം കൊടുത്തവരും പണം കൈമാറിയവരും ഒക്കെ തമ്മിലുള്ള ഏതെങ്കിലും തർക്കമുണ്ടെങ്കിൽ ദയവായി അവരവരുടെ കമ്മിറ്റികളിലും അവരവരുടെ കേന്ദ്രങ്ങളിലും അവരവർ പിരിച്ചവരുമായി ബന്ധപ്പെട്ടും പരിഹരിക്കാൻ ശ്രമിക്കുക. സർക്കാരിന് വേറെ ഒരുപാട് ജോലികളുണ്ട്. ഈ പുനരധിവാസ പ്രക്രിയയുടെ സമഗ്രമായ മുഖത്തേക്കാണ് സർക്കാർ പോകുന്നത്. സർക്കാരിന് അധികമായി ഇവിടേക്ക് വരേണ്ട കാര്യമില്ല, അവിടെ തന്നെ തീർക്കുകയായിരിക്കും നല്ലത്. മിനിസ്റ്റർ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ ഈ വയനാട് വലിയൊരു ദുരന്തമുണ്ടായി, അതിനെ നമ്മൾ കഴിയുന്നത്രയും വേഗം അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. അവരെല്ലാം മറ്റൊരു ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുകയും ഒക്കെയാണ്. കാണുന്നതൊക്കെ നമുക്ക് സന്തോഷകരവുമാണ്. പക്ഷെ അപ്പോഴും മിനിസ്റ്റർ, വിലങ്ങാട് ഒരു
കുറച്ച് ജനത അവർ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരിലേക്ക് എന്താണ് സർക്കാരിന്റെ ഇനി അടുത്ത നീക്കം? ക്യാബിനറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒറ്റവരിയിൽ മറുപടി, വിലങ്ങാടിന് ചൂരൽമലയ്ക്ക് ലഭ്യമായിട്ടുള്ള നഗരമൊഴികെയുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും നൽകും, എല്ലാ സാമ്പത്തിക സഹായങ്ങളും. അതിലൊരു കുറവുണ്ടാവില്ല. ഞങ്ങൾ ഇടപെട്ട് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ വിലങ്ങാടിന് വേണ്ടിയും ആ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നഗരം ഇവിടെ മാത്രം നിശ്ചയിച്ച ഒരു ടൗൺഷിപ്പാണ്. അതൊഴിച്ച് ദുരന്തബാധിതരായിട്ടുള്ള ചൂരൽമലയിലെ മനുഷ്യർക്ക് വ്യക്തിഗതമായി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും വിലങ്ങാട്ടിലെ ആളുകൾക്ക് കൂടി നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്റർ. നമുക്കിപ്പോൾ ചേർന്നതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.